ഏഴര പൊന്നാന ദർശനത്തിനൊരുങ്ങി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. നാളെയാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാനയും വലിയ കാണിക്കയും നടക്കുന്നത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ഏഴര പൊന്നാന കണ്ടു തൊഴാൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും. എട്ടാം ഉത്സവമായ നാളെയാണ് ഏഴര പൊന്നാന ചടങ്ങുകൾ. രാത്രി 12-ന് ആസ്ഥാന മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന ഏഴര പൊന്നാന കണ്ടുതൊഴാൻ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തിച്ചേരും. ആസ്ഥാന മണ്ഡപത്തിൻ്റെ ഇരുവശങ്ങളിലും ഏഴര പൊന്നാനയെ നിരത്തി ഏറ്റുമാനൂരപ്പൻ്റെ തിടമ്പും വയ്ക്കും. അലങ്കാരപ്പന്തലിലെ സ്വർണ്ണക്കുടത്തിലാണ് വലിയ കാണിക്കയിടേണ്ടത്. ഏഴര പൊന്നാനയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ദശമണ്ഡപ ഭാഗത്തുനിന്ന് സജ്ജീകരിച്ചിട്ടുള്ളതാണ്. രാത്രി 12 മണിക്ക് ശേഷം ആസ്ഥാന മണ്ഡപത്തിലേക്ക് മാറ്റും. ഭക്തജനങ്ങൾക്ക് 2 ദിവസത്തിനുള്ള ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ദിവസം ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആറാട്ട് ദിവസം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതാണ്. ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. സുരക്ഷാ സാരം കേരള പോലീസിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലും നല്ലൊരു സജ്ജീകരണങ്ങൾ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 350 മേളിൽ പോലീസുകാർ അന്നേ ഏഴര പൊന്നാന ദിവസം ക്ഷേത്രത്തിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏഴര പൊന്നാന 8-ാം ഉത്സവത്തിനും ആറാട്ടിനും മാത്രമാണ് പുറത്തെടുക്കുന്നത്. ഏറ്റുമാനൂരപ്പൻ ആറാട്ടിന് ശേഷം തിരികെ എത്തുമ്പോൾ കോവിൽപ്പാടത്ത് ഏഴര പൊന്നാനയുടെ അകമ്പടിയോടെയാണ് വരവേൽക്കുന്നത്. 2 അടി പൊക്കമുള്ള 7 ആനകളും 1 അടി പൊക്കമുള്ള ഒരു കുട്ടിയാനയുമാണ് ഏഴര പൊന്നാന. 2 തുലാം സ്വർണമാണ് ഒരു വലിയ ആനയുടെ തൂക്കം. അര ആനയ്ക്ക് 1 തുലാം സ്വർണവും. ഏഴര പൊന്നാന അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അടിസ്ഥാന മണ്ഡപത്തിൽ പൊന്നാനയെ എഴുന്നള്ളിക്കുമ്പോൾ പ്രപഞ്ചമൂർത്തിയെ വണങ്ങാൻ ദേവന്മാരും ഋഷീശ്വരന്മാരും എത്തുമെന്നാണ് വിശ്വാസം. ജനം, കോട്ടയം.